അരിപ്പൊടി ഉണ്ടെങ്കിലേ നല്ല അടി ഉണ്ടാക്കാൻ പറ്റൂ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതിനെയൊക്കെ ഓവർകം ചെയ്യുന്നൊരു റെസിപ്പിയാണിത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയടി ഉണ്ടാക്കാം. ഞാനിത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി വെന്ത് കഴിഞ്ഞാൽ ഇലയിൽ നിന്ന് പറഞ്ഞു വരുന്ന രീതിയിൽ കിട്ടും. അതുപോലെ നല്ല ടേസ്റ്റിയാണ്, സോഫ്റ്റാണ്. പിന്നെ അതിൻ്റെ അളവ് എത്ര എടുക്കുന്നുണ്ട് എന്നൊരു മെഷർമെൻറ്റും പറയുന്നുണ്ട്. കാരണം അത് ബിഗിനേഴ്സിന് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഹെൽപ്പ് ചെയ്യും. ഞാനത് വാഴയിലയിലാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി അത് ആദ്യം സെറ്റാക്കണം. അപ്പോൾ വേറെ എന്തിലയിലാണ് അട ഉണ്ടാക്കുന്നതെന്നൊന്നും ചിന്തിക്കേണ്ട. വട്ടയിലയിലും അങ്ങനെയൊക്കെ അടയുണ്ടാക്കും. കണ്ണൂർ സ്പെഷ്യൽ പൂരം അടയുടെ റെസിപ്പിയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തേക്കാം, കണ്ടു നോക്കിയാൽ മതി. ഈ ഇല മുറിക്കുന്ന വീഡിയോ കാണിച്ചത് വെറുതെ അല്ല. എനിക്ക് പണ്ട് ഇത് കത്തി വെച്ചിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ അറിയുമായിരുന്നുള്ളൂ. പിന്നെ അമ്മമാരൊക്കെ ചെയ്യുന്നത് പോലെ ഒരു നാക്കിന് പിടിച്ച് വലിച്ചാൽ ഇത് കത്തിയില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. അതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എന്നെ കൊണ്ടും പറ്റി. അത് ഇപ്പോൾ ന്യൂജൻ ആൾക്കാർക്കൊന്നും അറിയില്ല. പണ്ടത്തെ ആൾക്കാർ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഇല മുറിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തത്. ഞാൻ അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. 1 കപ്പാണ് ഗോതമ്പ് പൊടി എടുക്കുന്നത്. 1 കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് ഫുള്ളും വേണ്ടി വന്നിട്ടില്ല. എത്രയാണ് ആവശ്യമായതെന്ന് പറയാം. ഇത് മിക്സ് ചെയ്ത് മാവാക്കി എടുക്കണം. 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഉപ്പുവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് മാവ് റെഡിയാക്കണം. അട വന്നതിന് ശേഷം ഇലയിൽ നിന്ന് നല്ല ഈസി ആയിട്ട് പറഞ്ഞു വരാനും ഒരു ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. അതുപോലെ ഇത് ചപ്പാത്തി മാവിന്റെ അത്ര ടൈറ്റ് ആക്കിയിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സോഫ്റ്റ് ആയിട്ട് അതിലും കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. കാരണം അട കൈ കൊണ്ട് പരത്തി എടുക്കേണ്ടതാണ്. ഈ ഒരു പരുവത്തിൽ കുഴച്ച് ആ മാവ് മാറ്റി വെക്കാം. പിന്നെ അതിന്റെ ഫില്ലിങ്ങിലേക്കുള്ള പരിപാടി നോക്കാം. ഞാനിവിടെ അധികം മൂക്കാത്ത തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും നല്ല ടേസ്റ്റുള്ള അടയായിരുന്നു. ഇത് ടെൻഡർ കോക്കനട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അതിൽ നിന്നും കുറച്ച് ഹാർഡായിട്ട് വന്നിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് തേങ്ങയാണ്. അതാണ് ഞാൻ ഈ അടക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിയായിട്ടുള്ളത്. പിന്നെ ശർക്കര വേണം. ഈ ശർക്കരയും തേങ്ങ അടുപ്പിൽ വെച്ച് മിക്സ് ചെയ്യുന്നൊന്നുമില്ല. 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് പൊടിച്ചെടുക്കുന്നുണ്ട്. അത് 1/2 കപ്പ് ഉണ്ട്. പിന്നെ 1 കപ്പോളം തേങ്ങ ചിരകിയതും എടുക്കുന്നുണ്ട്. കൈവച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇതിൽ മിക്സ് ആകണം. ഒരു രുചിക്കും മണത്തിനൊക്കെ വേണമെങ്കിൽ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അതുപോലും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ തേങ്ങയും ശർക്കരയും മാത്രം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അടയുടെ ഫില്ലിങ് റെഡിയാക്കുന്നത്. എനിക്കിതൊരു 16 അടയാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഈ മാവിനെ ഞാൻ 16 ബോൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ നല്ല സ്റ്റിക്കി ആയിരിക്കും. എന്നാൽ ഇത് ഇലയിൽ പരത്തുമ്പോൾ ഓക്കെ ആയിരിക്കും. ഈ മാവ് ഇലയിൽ പരത്തുമ്പോൾ അറിയാലോ, ഈ ലൈൻസിന് നേരെ ആണ് ഇത് പരത്തി കൊണ്ടുപോകേണ്ടത്. ഈ ലൈൻസ് അതുപോലെ മടക്കിയിട്ടാണ് ഇല മടക്കേണ്ടത്. അല്ല, ഇത് ഞാൻ തിരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇല പൊട്ടിപ്പോകും, അതറിയാലോ. അതുകൊണ്ട് ഈ രീതിക്കാണ് ഇലയിലെ അട പരത്തിയെടുക്കേണ്ടത്. അതുപോലെ ഫില്ലിങ്ങും ഏകദേശം 16 പാർട്ടാക്കിയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടയുടെ മാവ് പരത്തിയതിൽ ഒരു സൈഡിൽ മാത്രം തേങ്ങ ശർക്കര മിക്സ് ഫില്ല് ചെയ്ത് കൊടുത്ത് അത് ഇതുപോലെ ഫോൾഡ് ചെയ്യണം. നീളത്തിൽ ഫോൾഡ് ചെയ്താലാണ് ഞാൻ പറയുന്നത് പോലെ ഇല കീറിപ്പോകുന്നത്, അറിയാലോ. അടയൊക്കെ പരത്തി ഫില്ലിംഗ് ഒക്കെ ചേർത്ത് ഫോൾഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് സ്റ്റീമറിലേക്ക് വെക്കണം. ഇഡ്ഡലി പാത്രത്തിലായാലും അത് വെള്ളമൊഴിച്ച് ബോയിലായി ആവി വരാൻ തുടങ്ങുമ്പോഴാണ് അതിലേക്ക് ഇത് വെച്ചു കൊടുക്കേണ്ടത്. ഇലയിലേക്ക് മാവ് പരത്തിയെടുക്കേണ്ടത് ചപ്പാത്തിയുടെ ഒക്കെ കട്ടിയിലാണ്. അതിന് ഞാൻ കൊടുക്കുന്നത് 20 മിനിറ്റ്സ് ആണ് ഇത് സ്റ്റീം ആവേണ്ടത്. അത് ഫുൾ ഫ്ലെയിമിൽ തന്നെ സ്റ്റീം കൊണ്ടോട്ടെ. അങ്ങനെ 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഗോതമ്പ് വെച്ചിട്ടുള്ള ഇലയട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് ചൂടോടെ സെർവ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഇത് ചൂടോടെ അല്ല കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൂത്ത തേങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ അടുപ്പിൽ വെച്ചിട്ട് ഫില്ലിങ് ആക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ പൂരത്തിന്റെ അടയൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ ചെയ്യുന്നതായിരുന്നു നല്ലത്. വീഡിയോ യൂസ്ഫുള്ളായി ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ, അതുപോലെ കുക്കിംഗ് ബിഗിൻ ചെയ്യുന്ന നിങ്ങളുടെ മക്കൾക്കായാലും ഫ്രണ്ട്സിലായാലും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.